പുറകിലോട്ട് പോയി കലുങ്കിന് മുകളിൽ നോക്കിയപ്പോൾ ആരെയും കാണാനില്ലായിരുന്നു. അല്ലെങ്കിലും മരിച്ചുപോയ ആരുടെയോ മുഖച്ഛായ അയാളിലുണ്ടായിരുന്നു. പണ്ട് എൻ്റെ സുഹൃത്തിനുണ്ടായ ഒരു അനുഭവ കഥ ഞാനിവിടെ പങ്കുവെക്കുന്നു. ദയവായി ഈ അനുഭവ കഥ ഒരു കഥയായി മാത്രം കാണുക. പണ്ട് നമ്മൾ കേട്ടുവന്നിരിക്കുന്ന യക്ഷിക്കഥയിൽ നിന്നും തികച്ചും മാറിയിരിക്കുന്നു ഇപ്പോഴത്തെ യക്ഷി സങ്കല്പം. നാട്ടിൻ പുറത്ത് താമസിക്കുന്ന ആളാണെങ്കിൽ അവർക്കറിയാം ഒരു കലുങ്ക് രാത്രി സമയം അവർക്ക് എത്ര നേരം പോക്കുള്ളതാണെന്ന്. ഞാൻ ഈ പറയുന്ന കഥയിലും കലുങ്കിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഈ കഥ നടക്കുന്നത് 2010, 2011 കാലഘട്ടങ്ങളിലാണ്. നിങ്ങൾക്ക് അപ്പോൾ തന്നെ അറിയാം ഈ സ്മാർട്ട് ഫോണോ യൂട്യൂബ് ചാനലോ ഒന്നും തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഒരു ഗ്യാങ് ആയി രാത്രി 7 മണി കഴിഞ്ഞാൽ സൊറ പറയാൻ വേണ്ടി കൂട്ടുകാർ ഒത്തുകൂടുന്നതും ഈ കലുങ്കിന്റെ മുകളിലായിരിക്കും. സാധാരണ ഈ കലുങ്ക് ഒരു ഇരുട്ട് നിറഞ്ഞ പ്രദേശത്തായിരിക്കും ഉള്ളത്. സ്ട്രീറ്റ് ലൈറ്റിന്റെ നേരിയ വെളിച്ചവും നിലാവിന്റെ വെളിച്ചവും ആകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് അവിടെ ഉണ്ടാകുന്നത്. അവിടെ ഒത്തുകൂടുന്നവരിൽ പലരും പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരായിരിക്കും. ചിലർ 3 കിലോമീറ്റർ, ചിലർ 100 മീറ്റർ, ചിലർ 200 മീറ്റർ എന്നിങ്ങനെ ആയിരിക്കും. ചെറിയ ചെറിയ തമാശകളും അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ചും കൂട്ടത്തിലുള്ളവനെ കളിയാക്കിയും എന്നു വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ നടക്കും. കലുങ്കിന് മുകളിൽ 3 പേർക്ക് ഇരിക്കാനുള്ള ഇടമുള്ളൂ. പക്ഷേ 4 പേർ തിങ്ങി നിരിഞ്ഞാണെങ്കിലും അവിടെ ഇരിക്കും. അതുപോലെ തന്നെ ആ കലുങ്കിൽ ചവിട്ടി ആ അരുവിയിലേക്ക് കല്ലെറിയുന്ന ഒരാളും കാണും. ഇനി കഥയിലേക്ക് കടക്കാം. അന്നൊരു കറുത്തവാവ് ദിവസമായിരുന്നു. പതിവില്ലാതെ വീട്ടിൽ നിന്ന് പറയുന്നു, പുറത്തേക്ക് പോകണ്ട, മരിച്ചു പോയവർ വരുന്ന ദിവസമാണിന്ന്. നമ്മളുണ്ടോ അത് കേൾക്കുന്നു. എന്ത് കോപ്പ്, മരിച്ചവർ മരിച്ചു, ഇനി അവർ വരാൻ പോകുന്നില്ല, അവർക്ക് സ്വർഗത്തിൽ അടിച്ചു പൊളിക്കാൻ സമയമില്ല, അപ്പോഴാണ് ഈ നരകത്തിൽ വന്ന് യാതന അനുഭവിക്കുന്നത് എന്നും പറഞ്ഞ് പതിവില്ലാത്ത സ്പീഡിൽ സൈക്കിൾ എടുത്ത് ലക്ഷ്യസ്ഥാനം കലുങ്ക് പ്രതീക്ഷിച്ച് കൂട്ടു തുടങ്ങി. കറുത്തവാവായോണ്ട് കുറച്ച് വെളിച്ചക്കുറവ് തോന്നിച്ചെങ്കിലും സൈക്കിൾ ചവിട്ടി ലക്ഷ്യസ്ഥാനം നോക്കിപ്പോയി. എന്നാൽ എല്ലാവർക്കും തോന്നും വിധം പുറകിൽ ആരോ ഉണ്ടെന്ന വിചാരം പുറകിലേക്ക് നോക്കാൻ അവനെ പ്രേരിപ്പിച്ചു. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണില്ല. അതുപോലെ തന്നെ അവിടെയും സംഭവിച്ചു. എങ്കിലും ഒരു കൈ ഹാൻഡിലും മറ്റേ കൈ പുറകിലേക്കും തപ്പി നോക്കി. ഇല്ല, പുറകിൽ ആരുമില്ല. അമ്മ പറഞ്ഞു പേടിപ്പിച്ചത് കൊണ്ട് തോന്നിയതാകും. മനസ്സിനെ അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു. എത്രയൊക്കെ ധൈര്യമുണ്ടെന്ന് പറഞ്ഞാലും ആ സമയത്ത് ആളൊഴിഞ്ഞ സ്ഥലത്തൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേടി എല്ലാവർക്കും ഉണ്ടാകും. അത് അവനും ഉണ്ടായി. അതുകൊണ്ട് തന്നെ നല്ല കയറ്റവും ഇറങ്ങിത്തള്ളാതെ അവൻ സൈക്കിൾ ചവിട്ടി കയറിപ്പോയി. അങ്ങനെ അവന്റെ സ്വന്തം കലുങ്കിന്റെ അടുത്തെത്തി. അപ്പോൾ അവന് തോന്നി പതിവില്ലാതെ കുറച്ചു ദൂരം സൈക്കിൾ ചവിട്ടിയെന്ന്. എന്നാൽ കലുങ്കിന് മുകളിൽ ഇരിക്കുന്ന 2 കൂട്ടുകാരെ കണ്ടപ്പോൾ അവന് ആശ്വാസമായി. അവൻ അവരുടെ അടുത്തേക്ക് നീങ്ങി കൂട്ടുകാരുടെ നേരെ കൈപൊക്കി കാണിച്ചു. പിന്നാലെ അവരും കൈപൊക്കി കാണിച്ചു. അപ്പോൾ അവൻ ശ്രദ്ധിക്കുന്നു, അവരുടെ കൂടെ ഒരാൾ കൂടി ഇരിക്കുന്നു. പണ്ടെന്തോ കണ്ടുമറന്ന ഒരാളുടെ മുഖം. അങ്ങനെ ആ മുഖം ക്ലിയർ അല്ല, മീൻസ് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കലുങ്കിന്റെ സൈഡിൽ ഒരു കല്ലിട്ട് അവൻ അതിൽ ഇരിക്കാൻ തുടങ്ങി. പിന്നാലെ പതിവ് തമാശകളും കൂട്ടത്തിൽ വീട്ടിൽ നിന്ന് വന്നപ്പോൾ അമ്മ പറഞ്ഞ വാവിന്റെ കഥകളും എല്ലാമായി. സമയം കടന്നു നീങ്ങി. എന്നാൽ സമയം വൈകിട്ടും മറ്റുള്ളവരെ കാണാനില്ല. ആകെ 3 പേരും, കൂട്ടത്തിൽ പരിചയമില്ലാത്ത ഒരാളും. അവനാണെങ്കിൽ ഒട്ടും മിണ്ടുന്നുമില്ല. ഇന്ന് ആരുമില്ലെന്നാ തോന്നുന്നേ, നമ്മൾ 4 പേരേ ഉള്ളൂ, നമുക്ക് പിരിയാം എന്നും അവൻ പറയുന്നു. പക്ഷേ അവർ സമ്മതിക്കുന്നില്ല. വാവായതുകൊണ്ട് പിടിയും കോഴിയും കഴിച്ചിട്ടേ പോയാൽ മതി എന്നായി അവർ. അങ്ങനെ ഒന്നും മിണ്ടാതിരുന്ന അവരുടെ കൂട്ടുകാരനെ ആ ബൈക്കിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. അധികം താമസിക്കാതെ അവൻ ഒരു പൊതിയുമായി വരുന്നു. അപ്പോഴാണ് അവർ അമ്മ രാവിലെ അവന് അമ്പലത്തിൽ പോയപ്പോൾ കെട്ടിക്കൊടുത്ത ഒരു ഏലസ് കാണാനിടയായത്. അവർ ചോദിക്കുന്നു, ഈ ചരട് കെട്ടിക്കൊണ്ടാണ് നീ ചിക്കനും പിടിയും കഴിക്കുന്നത്? അതിന് അശുദ്ധിയാവും, നീ അത് ഊരി മാറ്റിവെക്ക്. അവർ അങ്ങനെ പറയുമ്പോഴും അവന്റെ ശ്രദ്ധ ആ പരിചയമില്ലാത്ത അവന്റെ കൂടെ ഇരിക്കുന്ന ആ മുഖത്തേക്കായിരുന്നു. അവന്റെ കണ്ണുകൾ പളുങ്കുമണി കണക്കെ തിളങ്ങുന്നു. എന്നാൽ എന്തോ അവന്റെ മനസ്സ് പറയുന്നു അത് കഴിക്കണ്ട എന്ന്. അവൻ പറയുന്നു, വീട്ടിൽ അമ്മ വാവായതുകൊണ്ട് പിടിയും കോഴിയും ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ പോയിട്ട് വേണം കഴിക്കാൻ, ഞാൻ പോകാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞ് സൈക്കിൾ എടുത്തു. എന്നാൽ സൈക്കിൾ മൊത്തം പഞ്ചറായി കിടക്കുന്നു. 2 ടയറും പഞ്ചറായി. അവർ പറഞ്ഞു, ഇനി നീ എങ്ങനെ പോകും? സൈക്കിൾ പഞ്ചറായില്ലേ, നീ ഇവിടെ ഇരുന്നത് കഴിക്ക്, എന്നിട്ട് ഞാൻ ബൈക്കിൽ കൊണ്ടുവിടാം എന്നായി കൂട്ടുകാർ. പക്ഷെ അതൊന്നും കേൾക്കാതെ അവൻ സൈക്കിൾ എടുത്ത് നടന്നു. എന്നാൽ എത്രത്തോളം നടന്നിട്ടും അവന് വീട്ടിൽ വരാൻ കഴിയുന്നില്ല. അങ്ങനെ അവൻ നടന്ന് ഒരു വളവ് അപ്പുറത്ത് വെച്ച് 2 പേർ നടന്നു വരുന്നത് അവൻ കാണുന്നു. നല്ല പരിചയമുള്ള മുഖം. അടുത്തു വരും തോറും അവരുടെ മുഖം വ്യക്തമായി കാണുന്നു. ഇത് നമ്മുടെ കൂട്ടുകാരനല്ലേ അവൻ മനസ്സിൽ വിചാരിക്കുന്നു. അടുത്തെത്തിയപ്പോഴേക്കും അവർക്ക് അവനെ മനസ്സിലാകുന്നു. അവരെ കണ്ടതും അവൻ അവരോട് ചോദിക്കുന്നു, എന്താ അളിയാ നിങ്ങൾ ഇന്ന് കലുങ്കിൽ വരാത്തത്? ഞാനും സുമേഷും രജീഷും അവന്റെ ഏതോ കൂട്ടുകാരനും മാത്രമേ ഇന്നുണ്ടായിരുന്നുള്ളൂ. ബോറടി ആയപ്പോൾ ഞാനിങ്ങ് പോന്നു. അപ്പോൾ അവരുടെ മുഖത്ത് ഒരു വിഷാദമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ പറയുന്നു,
നിനക്ക് എന്താണ് പറ്റിയത്? നീ അപ്പോൾ അറിഞ്ഞില്ലേ? ഇന്ന് വൈകുന്നേരം പാമ്പൂട്ടിക്കലുങ്കിൽ ബൈക്കിടിച്ച് സുമേഷും രജീഷും മരണപ്പെട്ടു. അത് കേട്ടതും അവന്റെ മുഖം ആകെ വിളറി. അപ്പോൾ താൻ ഇപ്പൊ കണ്ട സുമേഷും രജീഷുമോ? അവർ കൂട്ടിച്ചേർക്കുന്നു. ബൈക്ക് കലുങ്കിൽ ഇടിക്കവേ നമ്മളെപ്പോലെ കലുങ്കിൽ ഇരുന്ന ഒരു പാവം ചേട്ടനെ അവർ കൊണ്ടുപോയി. ഇത് പറഞ്ഞതും അവന്റെ കയ്യിലെ രോമങ്ങൾ എഴുന്നേറ്റു. ഹൃദയം പടപടാ ഇടിച്ചു. കൈകാലുകൾ അനങ്ങാത്ത വിധം ആയി. അവന്റെ നാവിടറി. യഥാർത്ഥത്തിൽ അവൻ പോയ സ്ഥലം ഈ സംഭവം നടന്ന കലുങ്കിന്റെ അടുത്താണെന്ന് അറിയാൻ അവന് അധികം താമസം വേണ്ടി വന്നില്ല. ഭൂമിയിൽ ദൈവം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് ഒരു നെഗറ്റീവ് എനർജിയും. നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ നമ്മുടെ മനസ്സ് എവിടെയാണെന്ന്? ഇല്ലല്ലോ അല്ലേ? ഈ കഥ പറയുമ്പോൾ അവന്റെ കണ്ണിലെ പേടി എനിക്ക് കാണാമായിരുന്നു. പല പല നിഗൂഢതകളും കഥകളും ഒളിഞ്ഞിരിക്കുന്ന ഓരോ മനുഷ്യജീവിക്കും ഉള്ളിൽ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിനെ അനുസരിച്ച് അതിന്റെ ചലനങ്ങൾ വെച്ച് തുടങ്ങുന്നു. തീർച്ചയായും നിങ്ങൾ തനിച്ചിരിക്കുന്ന സമയത്ത് ആരോ കൂടെയുണ്ട് എന്ന തോന്നലും ഇതിനാലാണ് വരുന്നത്. അതുകൊണ്ടാണ് മുതിർന്നവർ പറയുന്നത് അസമയത്തുള്ള പോക്കും വരവും കഴിവതും ഒഴിവാക്കണം എന്ന്. ലോകം എത്ര മാറിയെന്ന് പറഞ്ഞാലും വിശ്വാസങ്ങളും ചിന്തകളും മാറിയിട്ടില്ല. അത് മാറുകയുമില്ല ഈ ലോകം ഉള്ളിടത്തോളം കാലം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.